ഷേഖ് ഇതാ ഇവിടെ എത്തിപ്പോയി. ഇതെന്താ അക്ബറിന്റെ ദർബാറാണോ അതോ ചവറടന്ന കുട്ടയാണോ? എല്ലാവരും വന്ന് ചേരുകയാണല്ലോ. ഇത് കണ്ടോ നിങ്ങൾ? ഒരു ലഡുവിനെ പങ്കിടാൻ 100 പേർ. എന്നെ കൊണ്ടുപോകാനായിട്ട് എത്ര പേരാണ് വന്നിരിക്കുന്നത്? അനാർക്കലി എന്നോടൊപ്പം ദുബായിലേക്ക് വരും. ഒരു കാര്യം ചെയ്യ്, അനാർക്കലി നീ തന്നെ അങ്ങ് കൊണ്ടുവയ്ക്കോ. എന്നിട്ട് സിംഹാസനം എനിക്ക് തരാൻ പറയാ. അടിപൊളിയായിട്ടുണ്ട്. സംശയമുണ്ടോ? ഉറക്കം വന്നില്ല എങ്കിൽ ഉറക്ക ഗുളിക കഴിക്കാം. എന്നാൽ എന്റെ ചാനൽ കണ്ടാൽ ഉറക്കമാർക്കും വരികയില്ല. കാരണം അത്ര ഭയാനകമായ വാർത്തകളാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. രക്തം കട്ടപിടിക്കുന്ന വാർത്തകൾ. കിഡ്സ് എന്നൊരു ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. തിയേറ്റർ ആർട്ടിസ്റ്റ് ബണ്ടിയെ ഇന്ന് കിഡ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ കുട്ടികൾ വരെ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇത്രയ്ക്ക് മണ്ടന്മാരാണെന്ന് ഞാൻ കരുതിയേയില്ല. കിഡ്സ് എന്നാൽ കുട്ടികളല്ല, കിഡ്സ് എന്നാൽ കിഡ്നാപ്പ് ഗ്യാങ് ആണ്. അവർ വലിയ വലിയ നേതാക്കളെയും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും കമ്മീഷണറെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അടുത്തതായി കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നത് ആക്ടർ ബണ്ടിയാണ്. ഈ പേര് ഞാൻ എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. എടാ, അവള് നമ്മുടെ പ്ലേയുടെ ഹീറോയിനെയാണ്. അവളെ കിഡ്നാപ്പ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലേ അങ്ങ് ക്യാൻസൽ ചെയ്താലോ? നിനക്കെന്താ വട്ടായോ? ഇത് ചാരിറ്റി ഷോയാണ്. ഇതിൽ കിട്ടുന്ന കാശ് വെച്ചാണ് പാവപ്പെട്ട പിള്ളേർക്ക് ഫീസ് അടയ്ക്കേണ്ടത്. ഷോ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അലർട്ടായിട്ട് ഇരിക്കണം. കിഡ്നാപ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവനെ പിടികൂടണം. എന്റെ ബായ്, എന്നെ കൊണ്ടതിനായി ലോ ഇടിയിപ്പിച്ചതാ. എന്റെ അമ്മ, ഇത് ലോഗോ ഇല്ല, രാജാവിന്റെ ഡ്രസ്സാ. രാജാക്കന്മാർ ഇതുപോലത്തെ ഡ്രസ്സാണ് അണിയുന്നത്. ഗൂസ്, ഇതെന്താണ്? അതെ, ഇതിന്റെ വാളാണ്. മനസ്സിലായില്ലേ? നീ സേനാപതിയാണ്, ഇതുകൊണ്ടാണോ യുദ്ധം ചെയ്യുന്നേ? ഈ വാളാണ് വേണ്ടത്. പക്ഷെ നീ എന്റെ സൈസ് ഒന്ന് നോക്ക്. ആ വാള് ഞാൻ എവിടെ കൊണ്ട് വെക്കുമെന്നേ? കൂട്ടുകാരെ, ഫേമസ് കിഡ്നാപ്പേഴ്സ് ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. അവർ മഡ്കിയെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. നമ്മളെല്ലാരും അലർട്ടായിട്ട് ഇരിക്കണം. നോക്ക്, എനിക്ക് ആക്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നീ അഭിനയിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പൊ നീ അലർട്ടായിട്ടിരിക്കെ. തോത്താറാമേ. എന്താ തോത്താറാമിനെ? ഒന്ന് ഞാൻ സലീമാകണം, 2 ഡയലോഗ് നന്നായിട്ട് പഠിക്കണം. പിന്നെ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? ഓ, താൻ ആക്ടിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. കിഡ്നാപ്പറുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. മഡ്കി എവിടെ പോയി? മഡ്കിയുടെ സൗന്ദര്യം കണ്ട ഈ ലോകം തന്നെ ബോധം കെട്ട് വീഴും. മഡ്കി, ഒരു കാര്യം അറിയാമോ? ഇന്ന് നിങ്ങൾ സുന്ദരിയായിട്ടുണ്ട്, അനാർക്കലിയെ പോലെ. മഡ്കി അനാർക്കലിയുടെ വേഷമിട്ടാലേ അനാർക്കലി ഇത്ര സുന്ദരിയാണെന്ന് അറിയാൻ കഴിയൂ. ഫസ്റ്റ് ബെൽ അടിച്ചു. എല്ലാവരും റെഡി ആയിട്ടിരിക്കെ. പ്ലേ തുടങ്ങാൻ പോവാ. ഷഹൻഷാ ഹിന്ദുസ്ഥാൻ, ഈ സലീം അനാർക്കലിയെ ജീവപര്യന്തം സ്നേഹിക്കുകയാണ്. നീ പറഞ്ഞു വന്നത് ജീവന തുല്യമെന്നല്ലേ? അങ്ങനെയും പറയാം. എന്തായാലും കാര്യം പിടികിട്ടിയല്ലോ. പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട എന്താ ആവശ്യമുള്ളത്? ഇത് നടക്കില്ല. എന്താ ഭായി, നടന്നാലും ശരി ഓടിയാലും ശരി, കാര്യം ഏതാണ്? മനസ്സിലായല്ലോ? നടക്കില്ലെന്ന് പറഞ്ഞ ഒരിക്കലും നടക്കില്ല. എന്റെ ഭായി, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. മനസ്സിലായല്ലോ? വേറെ എന്തെങ്കിലും മാറ്റി പറയാൻ നോക്ക. ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാം. സലീമിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതിന് ഞാൻ ആരെയും പേടിക്കുകയില്ല. നീ പറയുന്നത് എനിക്ക് സമ്മതമല്ല. ഉടനെ അനാർക്കലിയെ കൊണ്ടുപോയി ജീവനോടെ വെച്ച് കല്ലറ കെട്ടു. ശരി മഹാരാജാവേ, വാ. എടാ, ഒന്ന് നിർത്തടാ. ഇനി എങ്ങാനും നീ അനാർക്കലിയെ ടച്ച് ചെയ്താൽ, ടച്ച് ചെയ്ത നിന്റെ കയ്യെ ഞാൻ വെറുതെ വിടില്ല. വേറെ ഒന്നും ടച്ച് ചെയ്താക്കോ. ചെയ്യരുതെന്നല്ല, തൊട്ടുപോകരുത്, തൊട്ടുപോകരുത്. മനസ്സിലായില്ലേ ഇപ്പോ? എന്നാ ഞാൻ കൊണ്ടുപോകുന്നില്ല. ഗൂസേ, നീ കൊണ്ടുപോടാ.
അനാർക്കലി എന്റേത് മാത്രമാണ്. ഇവളിനി എന്റെ കൂടെ വരും. എടാ ഏതാ ഈ പുതിയ ക്യാരക്ടർ? ഇവനാണ് കിഡ്നാപ്പർ. ഇവനെ നമുക്ക് പിടികൂടണം. വേണ്ട പണി. നാടകം കാണാൻ വന്നവർ ഇത് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ഓടും. വേറെന്തേലും ചെയ്യാൻ നോക്ക്. പോപ്പട്ടെ, നീ ഒരു കാര്യം ചെയ്യ്, വേഗം പോലീസിനെ ഓക്കേ. വിളിക്കും. ഐഡിയ. കിഡ്നാപ്പർ, കിഡ്നാപ്പർ. ഇന്ന് ഞാൻ നിന്നെ എന്നോടൊപ്പം കൊണ്ടുപോകും. ഇല്ല, ഇവിടെ നിന്നും ഒരിക്കലും നിനക്ക് അനാർക്കലിയെ കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്റെ ഭായ്, താനെന്തിനാ കഥയുടെ ഇടയിൽ കയറി കഥകളി നടത്തുന്നേ? അനാർക്കലിയെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. ഇയാൾ എന്തിനാ രക്ഷിക്കാൻ നോക്കുന്നേ? ഇവന്റെ തല എന്താ മരം കൊണ്ടുണ്ടാക്കിയതാണോ? എന്റെ അമ്മോ! എടാ നടുക്കിരിക്കുന്ന തലയ്ക്ക് അടിക്ക്, അതാണ് ഒറിജിനൽ തല. ഓക്കെ ബായ്, എന്നാ നടുക്കുള്ള തല ഏത് തലയാണെന്ന് പറയേ. ഒരു വശത്ത് 5 എണ്ണം, മറുവശത്ത് 5 എണ്ണം. ഇതിന്റെ ഇടയ്ക്ക് നടുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? ഷേഖ് ഇതാ ഇവിടെ എത്തിപ്പോയി. ഇതെന്താ അക്ബറിന്റെ ദർബാറാണോ അതോ ചവറടന്ന കുട്ടയാണോ? എല്ലാവരും വന്ന് ചേരുകയാണല്ലോ. ഇത് കണ്ടോ നിങ്ങൾ? ഒരു ലഡുവിനെ പങ്കിടാൻ 100 പേർ. എന്നെ കൊണ്ടുപോകാനായിട്ട് എത്ര പേരാണ് വന്നിരിക്കുന്നത്? അനാർക്കലി എന്നോടൊപ്പം ദുബായിലേക്ക് വരും. ഒരു കാര്യം ചെയ്യ്, അനാർക്കലി നീ തന്നെ അങ്ങ് കൊണ്ടുപോയിക്കോ. എന്നിട്ട് സിംഹാസനം എനിക്ക് തരാൻ പറയാ. അനാർക്കലി എന്നോടൊപ്പം വരും. അത് ശരി, എന്നാൽ ഫൈറ്റ് ആൻഡ് ഡിസൈഡ്. അല്ല, ഇതാരാണ്? ദുഷ്ടന്മാർക്ക് എന്നും ഞാൻ ദുഷ്ടനാണ്. എന്റെ പേര് സതീഷ. സതീഷ, സതീഷ. വേഗം സതീഷ്, അവനെ നശിപ്പിക്കേ. എടാ, എന്റെ നീ നശിപ്പിച്ചു അല്ലേ? വീടില്ല ഞാൻ. മര്യാദക്ക് എന്റെ കൂടെ വരുന്നതാ നല്ലത്. വരാൻ. ഐഡിയ. അനാർക്കലിയെ ഞാൻ കൊണ്ടുപോകും. അനാർക്കലി ചൂലൻ ദേവിയുടെ കൂടെയാണ് വരുന്നത്. Don't worry. കൊള്ളാം ചൂലൻ ദേവി, നല്ല സമയത്ത് തന്നെയാണ് നിങ്ങളുടെ എൻട്രി. വളരെ സന്തോഷമായി. എന്റെ ഭായ്, താൻ ഈ രാജ്യത്തെ രാജാവാ. എന്നെ രക്ഷിക്കാൻ പുറത്തുനിന്ന് ആള് പറഞ്ഞേ. ഇവിടെ നിന്നും എന്റെ അനുമതിയില്ലാതെ ആർക്കും പുറത്തു കിടക്കാൻ കഴിയില്ല. സബാഷക്കാൽ, വേഗം വെക്ക് വെടി. ഓക്കേ. എടാ കഴുത, നീ എന്തിനാണ് തോക്ക് താഴെയിട്ടത്? അനാർക്കലിയെ രക്ഷിക്ക്. വേഗം പിടിക്ക. അനാർക്കലിയെ വിട്. അനാർക്കലിയെ അനാർക്കലി എന്നോടൊപ്പം തന്നെ വരണം. അനാർക്കലി എന്നോടൊപ്പം വരും. അവൾ എന്നോടൊപ്പം വരും. അനാർക്കലി എന്നോടൊപ്പം വരും. അവൾ എന്നോടൊപ്പം വരുമല്ലോ. അതെ, അനാർക്കലി ആരോടൊപ്പം വരണമെന്ന് അനാർക്കലിയോട് തന്നെ ഒന്ന് ചോദിക്കേ. മര്യാദക്ക് നിൽക്ക്. അനാർക്കലി എന്റേതാണ്. എന്റെ അമ്മോ, മതിയായി. അക്ബറിന്റെ ദർബാറിൽ ഇവന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഓടിക്കോ. ഞങ്ങൾ അനാർക്കലിയെ മാത്രമാണ് രക്ഷിക്കാൻ നോക്കിയത്. എന്നാൽ ഞങ്ങൾക്ക് നാടകത്തെ രക്ഷിക്കാനായില്ല. സംശയമുണ്ടോ? എല്ലാരെയും പിടിച്ചകത്താക്ക്. യെസ് സർ. അതെ, ഇവൻ മഡ്കിയെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാണ്. അറസ്റ്റ് ചെയ്യൂ. വേഗം അറസ്റ്റ് ചെയ്യ്. ഇനി ഇവരെ ആരെയും കിഡ്നാപ്പ് ചെയ്യാൻ പാടില്ല. യെസ് സർ. നൂറാമത്തെ കിഡ്നാപ്പായി. നിങ്ങൾ കാരണം അതെനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ഭായ്, താൻ കാരണം ഞങ്ങളുടെ നാടകവും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നാടകം സൂപ്പർ ഹിറ്റ് ആണ്. എല്ലാവരും കേട്ടത് നാടകത്തിലെ കഥ തന്നെയാന്നാ. ഇനി 2 ഷോക്ക് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്.